ഹലോ എവ്രി വൺ. അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ഇടുന്നത്. എന്ത് ടോപ്പിക്ക് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നപ്പോഴാണ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ വന്നത്. അത് ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോറിയോൺ ആൻഡ് അമ്നിയോൺ ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. പ്രീവിയസ് ഇയറിലെ എല്ലാ ഡിഫറൻസും നോക്കിക്കൊണ്ട് പോകണം കേട്ടോ. നമ്മൾ ചോദിക്കത്തില്ല, അയ്യോ ഇതിന് 2 ഡിഫറൻസേ ഉള്ളൂ 3 ഡിഫറൻസേ ഉള്ളൂ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാനാണെങ്കിൽ എന്ത് ചോദിക്കില്ല എന്ന് വിചാരിക്കുന്ന ഡിഫറൻസും ആ എക്സാമിന് ഡെഫിനറ്റ്ലി ചോദിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ എപ്പോൾ എക്സാമിന് ചോദിക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും അത്തവണ എന്തായാലും ഡിഫറൻസ് ബിറ്റ്വീൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കോറിയോൺ എന്താണ്? ഔട്ടർ മോസ്റ്റ് മെംബ്രെയിൻ ആണ്. അമ്നിയോൺ എന്താണ്? ഇന്നർ മെംബ്രെയിൻ ആണ്. ഒരു കാര്യം ഇങ്ങനെ ഓർത്ത് വെക്കാം, കോറിയോൺ എപ്പോഴും പ്ലാസന്റ ആയിട്ട് റിലേറ്റഡും അമ്നിയോൺ എപ്പോഴും എംബ്രിയോ ആയിട്ട് റിലേറ്റഡും ആയിരിക്കും. അതായത് കോറിയോൺ ഔട്ടർ ലെയർ ആയതുകൊണ്ട് തന്നെ പ്ലാസന്റ ആയിട്ടായിരിക്കും അറ്റാച്ച്മെന്റ് വരുന്നത്, മറ്റേ ആൾ എങ്ങോട്ടാണ്? എംബ്രിയോ ആയിട്ടാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. അങ്ങനെ ഓർത്ത് വെക്കാം, അത് വെച്ച് നമുക്ക് ബാക്കി പഠിക്കാം. ഇനി കോറിയോൺ എന്താണ്? ഒരു തിക്കർ ലെയർ ആണ്, മറ്റേ ആള് തിന്നർ ലെയർ ആണ്. സോ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ കോറിയോൺ ഇസ് ദ ഔട്ടർമോസ്റ്റ് മെംബ്രെയിൻ ദാറ്റ് സറൗണ്ട് ദ എംബ്രിയോ ആൻഡ് അമ്നിയോൺ എന്താണ്? ഇന്നർ മോസ്റ്റ് ലെയർ ആണ് അല്ലെ. ഇന്നർ മോസ്റ്റ് ലെയർ ആണ്, അതൊരു തിൻ ആയിട്ടുള്ള ഒരു ലെയർ ആണ്. അത് തിൻ മീൻസ് ഒരു ട്രാൻസ്പാരന്റ് മെംബ്രെയിൻ പോലെ ആയിരിക്കും നമുക്ക് കാണുന്നത്. എംബ്രിയോയുടെ ചുറ്റുമായിട്ടാണ് ഈ ആള് എന്ത് ചെയ്യുന്നത്? ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരന്റെ മെയിൻ എന്തായിരിക്കും? അമ്നിയോട്ടിക് നമുക്ക് അറിയാലോ, ഒരു അമ്നിയോട്ടിക് സാക്ക്, അതായത് അമ്നിയോട്ടിക് സാക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് അമ്നിയോൺ എന്ന് പറയുന്നത്. അമ്നിയോട്ടിക് സാക്കിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ കോറിയോൺ എന്താണ്? പ്ലാസന്റ ഫോം ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ നമുക്കത് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് എഴുതിയാലോ? എങ്ങനെയായിരിക്കും? ഫോംസ് ദ പ്ലാസന്റ ദാറ്റ് ഇസ് വിച്ച് helps in the production അല്ലെങ്കിൽ provides nutrients and oxygen to the embryo and remove the waste products. ഓക്കെ ആണല്ലോ. ഇനി മറ്റേ ആളാണെങ്കിൽ which helps in providing a protective environment to the embryo. പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റിനെ കുറിച്ച് ഞാൻ താഴെ ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റ് കൊടുക്കുന്നുണ്ട് കുഞ്ഞിന്റെ അവരുടെ മൂവ്മെന്റിന്. ഓക്കെ, മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട് ആര്? ഈ പറയുന്ന കോറിയോൺ മെംബ്രെയിൻ. അത് കുറച്ചും കൂടി ഞാൻ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി കോറിയോൺ ആണെങ്കിൽ ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് HCG, മറ്റേ ആളാണെങ്കിൽ ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ തന്നെയുണ്ട് കുഞ്ഞിന്റെ മൂവ്മെന്റിനെ, അതായത് ഡെവലപ്മെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താണ്? കുഞ്ഞ് പ്രോപ്പർ ആയിട്ടുള്ള മൂവ്മെന്റ്, അവർക്ക് കാര്യങ്ങളൊക്കെ വേണ്ടേ, അതിനുള്ള എൻവയോൺമെന്റ് കൊടുക്കുന്ന ആളാണ് അമ്നിയോൺ. അതാണ് അമ്നിയോട്ടിക് സാക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. Then develops from the trophoblast, അതായത് കോറിയോൺ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ബ്ലാസ്റ്റോസൈറ്റിലെ ട്രോപ്പോബ്ലാസ്റ്റ് ലെയറിൽ നിന്നാണ്. മറ്റേ ആളാണെങ്കിൽ അതായത് അമ്നിയോൺ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പിബ്ലാസ്റ്റിക് ലെയറിൽ നിന്നാണ്. ഓക്കെ, അടുത്തതാണ് ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. അതായത് ഇപ്പം ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? മദറും അല്ലെങ്കിൽ അതായത് പ്ലാസിന്റ വഴി മദറും ബേബി ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷന്റെ ബ്ലഡ് വെസൽസിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് കോറിയോൺ. കോറിയോൺ ഈസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ദാറ്റ് ഇസ് കണക്റ്റഡ് ദ എംബ്രിയോ ടു ദ പ്ലാസന്റ. അതുപോലെ തന്നെ മദറും പിന്നെ എംബ്രിയോ ആയിട്ടുള്ള ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് കോറിയോൺ. ഇനി അമ്നിയോൺ ആണെങ്കിൽ ബാരിയർ ആയിട്ട് ആക്റ്റീവ്, അതായത് എക്സ്റ്റേണൽ. അമ്നിയോട്ടിക് സാക്ക് എന്തിനാ സഹായിക്കുന്നത്? അത്ര ഓർക്കുക. അമ്നിയോട്ടിക് സാക്കിന് എന്തിനാണ് സഹായിക്കുന്നത്? കുഞ്ഞിന് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഒരു പുഷോ അല്ലെങ്കിൽ സ്ട്രെസ് ലൈക്ക് ട്രോമ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അതിനെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആളാണ്. എക്സ്റ്റേണൽ മെക്കാനിക്കൽ സ്ട്രെസ്സിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു ബാരിയർ ആയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒന്നും വരാണ്ടിരിക്കാനും സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്ലൈഡ് ആയതുകൊണ്ടാണ് പോയിന്റ് ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി അത് ഡെവലപ്പ് ചെയ്ത് എഴുതുക, നിങ്ങളുടെ കഴിവ് പോലെ അതിനെ ഡെവലപ്പ് ചെയ്ത് എഴുതുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് പോയിന്റ്സ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ എംബ്രിയോ ആൻഡ് ഫീറ്റസ്. ഓക്കെ, എംബ്രിയോ ഫീറ്റസും അത് നമുക്ക് അറിയാവുന്ന ഒരു ഡിഫറൻസിയേഷൻ ആണ്, എന്നാലും കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ പോയിന്റുകൾ നോക്കണ്ട കേട്ടോ, ഞാൻ കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് പറയാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, എംബ്രിയോ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എംബ്രിയോയുടെ ലൈഫ് സ്പാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയം തൊട്ട് എൻഡ് ചെയ്യുന്നത് 8th വീക്ക് വരെയാണ് ആ ഒരു എംബ്രിയോ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്ന സമയം. ഫീറ്റസ് എന്ന് നമ്മൾ പറയുന്നത് 8th വീക്ക് തൊട്ട് ബർത്ത് ടൈം വരെ കുഞ്ഞ് എന്താണ്? ഫീറ്റസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എംബ്രിയോ ചെറിയ ആ ഫെർട്ടിലൈസേഷൻ, അതായത് അവർ ഫെർട്ടിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അത് കഴിഞ്ഞ് 8th വീക്ക് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്താണ് മേജർ ഓർഗൻസിന്റെ ഫോർമേഷൻ. ആ വേർഡ് അണ്ടർലൈൻ ചെയ്തോ, ഫോർമേഷൻ ആണ്. മേജർ ഓർഗൻസിന്റെ ഫോർമേഷൻ ആണ് അപ്പൊ നടക്കുന്നത്. അതിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഗ്രോത്തും മെച്ചുറേഷനും നടക്കുന്നത് എപ്പോഴാണ്? അത് ഫീറ്റസ് ആവുമ്പോഴാണ്. ഇവിടെ ഫോർമേഷൻ ഓഫ് മേജർ ഓർഗൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓർഗൻസിന്റെ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അവരുടെ എന്താണ് കുഞ്ഞിന്റെ ഷേപ്പ്, അവരുടെ ആ ഒരു രൂപം എല്ലാം തെളിഞ്ഞു വരുന്നത്, അതായത് അവർ ഉണ്ടാക്കിയ ആ ഒരു കുഞ്ഞ് എംബ്രിയോ എന്ന് പറയുന്ന ആ ഒരു സർക്കിൾ പോലത്തെ അല്ലെങ്കിൽ ഒരു റൗണ്ട് പോലത്തെ സാധനം ഒരു കുഞ്ഞായി ഷേപ്പ് ചെയ്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? എംബ്രിയോ എന്ന് പറയുന്ന സ്റ്റേജിൽ നടക്കുന്നത്. ആ ഷേപ്പായി വന്നതിനെ ഡെവലപ്പ് എടുക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ നടക്കുന്നതാണ് ഫീറ്റസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്തായിരിക്കും? റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും. പെട്ടെന്നായിരിക്കും ചേഞ്ചുകൾ ഉണ്ടാകുന്നത്. അപ്പുറത്തെന്ന് പറഞ്ഞാലോ സ്റ്റഡി ഗ്രോത്ത് ആയിരിക്കും വരുന്നത്. ഇവിടെ സെൽ ഡിവിഷനും അതുപോലെ തന്നെ അതൊരു സ്പെസിഫൈഡ് ടിഷ്യൂകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏത് സമയത്താണ്? എംബ്രിയോ നടക്കുമ്പോഴാണ്. പക്ഷെ ഫീറ്റസ് ആവുമ്പോഴോ അവർക്ക് എല്ലാ ക്യാപ്പബിലിറ്റീസും ആയി. ലൈക്ക് ഇപ്പം സെൻസറി ആയിക്കോട്ടെ, സെൻസറി ക്യാപ്പബിലിറ്റീസ് തന്നെ എല്ലാമായി. എന്തൊക്കെ പറയാം നമുക്ക്? ഇപ്പം അവർ ഹിയറിംഗ് ആയിക്കോട്ടെ, ടേസ്റ്റ് ആയിക്കോട്ടെ, ടച്ച് ആയിക്കോട്ടെ, എല്ലാം ആ ഒരു സമയത്തായിരിക്കും ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, ഇനി എന്ന് പറയുമ്പോൾ നോ മൂവ്മെന്റ് എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഉണ്ടാകുന്ന മൂവ്മെന്റ് അത് നിങ്ങൾ ഇങ്ങനെ എഴുതരുത്, അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഡിഫൈൻ ചെയ്യാന്ന്. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ അതായത് ആ എംബ്രിയോ ഒരു സ്ഥലത്ത് നിന്ന് അവർ പ്രോപ്പർലി അവരൊരു ഡെസ്റ്റിനേഷനിൽ വന്നെത്തുവാണ്. അതായത് അവർ ട്രാവൽ ചെയ്ത് അവർക്ക് എവിടെ വരണം? അവരുടെ ഡെസ്റ്റിനേഷനിൽ, അത് യൂട്രസിൽ അവരുടെ സ്പെസിഫൈഡ് ഡെസ്റ്റിനേഷനിൽ വന്ന് ഇരിക്കുന്നത് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷെ ആ മൂവ്മെന്റ് ആരറിയുന്നില്ല? മദർ അറിയുന്നുണ്ടോ? ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ അതാണ് അവിടെ ഉദ്ദേശിച്ചത്. എംബ്രിയോ അവർ ഇംപ്ലാന്റ് ചെയ്ത് യൂട്രൈൻ ലൈനിലോട്ട് അവർ വരുന്നുണ്ട്. അവർ വന്നെത്തുന്നത് വരെ ആ മൂവ്മെന്റ് ആരറിയുന്നില്ല? മദർ അറിയുന്നില്ല. പക്ഷെ മറ്റിടത്ത് എന്ന് പറയുമ്പോൾ അവർ ഡെസ്റ്റിനേഷൻ എത്തി കഴിഞ്ഞിടം തൊട്ട് അവരുടെ മൂവ്മെന്റ് ആണ്. ആ മൂവ്മെന്റ് ആരറിയുന്നുണ്ട്? മദർ അറിയുന്നുണ്ട്. ആ ഒരു സമയത്ത് അവര് മൂവ്മെന്റ് വരുന്നുണ്ട്, അവർ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, അവരുടെ എല്ലാ ബോഡി പാർട്സുകളും മൂവ് ചെയ്യുന്ന ഒരു ടൈമാണ് എന്താണ് ഫീറ്റൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ പറയുന്ന എംബ്രിയോ എന്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്? ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ പോയിന്റ് എഴുതാം. ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആരുമായിട്ട്? മദറിന്റെ ബ്ലഡ് സ്ട്രീമും കുഞ്ഞിന്റെ ബ്ലഡ് സ്ട്രീമുമായിട്ട് ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഫോം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് പതുക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുന്നതും അതിന്റെ ബാക്കി എല്ലാ അതായത് ബാക്കി അതിന്റെ എല്ലാം പ്രോപ്പറായിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത് ഏത് സ്റ്റേജിലാണ്? ഫീറ്റസ് സ്റ്റേജിലാണ്. ഓക്കെ ആണല്ലോ. ഇനി ന്യൂറൽ ട്യൂബിന്റെ ഫോർമേഷൻ, ന്യൂറൽ ട്യൂബ് ഫോർമേഷൻ ഒക്കെ നടക്കുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന കുഞ്ഞ് എംബ്രിയോ ആയിട്ട് ഇരിക്കുമ്പോഴാണ്. ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നത് ഫീറ്റസ് ആവുമ്പോഴാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കെ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഒക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ 2 ഡിഫറൻസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പ് ഇടുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ ഡിഫറൻസ് ട്രൈ ചെയ്യാം.